ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ കുട്ടിയെ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ വരുന്നത്. രണ്ടാമത്തെ ഹെയർ കുട്ടി നേരത്തെ എവിടെയോ ഒന്ന് സ്മൂത്തനിങ് നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നെന്ന് പറഞ്ഞു. നേരത്തെ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഫുള്ള് ക്രീം ഇട്ടാണ് ചെയ്യുന്നത്, റൂട്ടി മാത്രമല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ചെയ്തിട്ടുള്ള ഹെയറൊക്കെ ഡാമേജ് ആകുമല്ലോ. അങ്ങനെ നല്ല ഡാമേജ് ആയിട്ടാണ് ആ കുട്ടി വന്നത്. അപ്പം നമ്മൾ ആ കുട്ടിക്ക് റൂട്ട് ടച്ച് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഞാൻ കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുത്ത്. അപ്പം ഫേസിന് ചേരുന്ന രീതി ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞ് ആ ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ തിന്നായിട്ടുള്ള ഹെയറാണ്, കേൾസ് ഉണ്ട്. അപ്പോൾ അത് ഫേസിന് ചേരുന്ന രീതിയിലാണ് കുറച്ച് ലെങ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചിരുന്നു, കുട്ടിയുടെ സ്കിന്ന് നന്നായിട്ട് കറുത്ത് അങ്ങനെ തൊലി ഇളകിപ്പോകുന്ന പോലെ ആ ഒരു രീതിയിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തൊലി ഇരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. നല്ല ടാൻ മാത്രമാണ് സ്കിന്നിന് ഇങ്ങനെ തൊലിയൊന്നും ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാർബൺ ലേസർ കൊണ്ട് അത് ക്ലീൻ ആക്കാൻ പറ്റും. എത്ര കടുത്ത ടാൻ ആണെങ്കിൽ പോലും നമുക്ക് 2-3 സെറ്റിങ് കാർബൺ ലേസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടാൻ നന്നായിട്ട് മാറും. അതല്ല ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് PRP ചെയ്തിട്ടുണ്ടായിട്ട് വരും. അപ്പോൾ PRP ഒക്കെ ചെയ്യണമെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയി ഡോക്ടർ പറയുന്ന പോലെ അത്രയും സെറ്റിങ് തന്നെ ചെയ്യുക. അതുപോലെ PRP കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഫേസിൽ. ആ ഹെയർ ഗ്രോത്ത് കളയാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ലേസർ ചെയ്യും. അപ്പോൾ ഈ ലേസർ ചെയ്യുമ്പോൾ ആ ഹെയർ ഗ്രോത്ത് പോവുകയും ചെയ്യും, നമ്മുടെ ഫേസിലെ ടാൻ പോയി നമുക്ക് പണ്ടത്തെ നമ്മുടെ സ്കിൻ എങ്ങനെയാണോ നല്ല സ്കിന്ന് നമുക്ക് വരികയും ചെയ്യും. അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പൊളിഞ്ഞു പോകുന്ന ടൈപ്പ് സ്കിന്ന്, എന്തിട്ടാലും കറുക്കുന്ന ആ ഒരു ടൈപ്പ് സ്കിന്നൊക്കെ ഉള്ളവർ ഡോക്ടറെ തന്നെ കാണുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്ലഡിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന സ്കിന്നുള്ളവർ പോയി ബ്ലീച്ച്, ഫേഷ്യൽ, ക്ലീനപ്പ് അതൊന്നും ചെയ്യരുത്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാകത്തേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ ഡോക്ടറെ തന്നെ കാണണം. എന്നാൽ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസും നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ് ഹെയർ. അപ്പോൾ ഈ ഹെയർ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ലെങ്ത് കുറച്ചിട്ടില്ല. നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. പക്ഷേ ഈ ഹെയറിന് നമ്മൾ മാസത്തിലൊരു ലിക്വിഡ് പ്രോട്ടീൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ ലിക്വിഡ് പ്രോട്ടീൻ ആകുമ്പം സ്കാൽപ്പിനും നല്ലതാണ്, ഹെയറിനും നല്ലതാണ്. ഡ്രൈനെസ് നന്നായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. ചെയ്ത് കഴിഞ്ഞ ഹെയർ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഹെയറാണ്. ഇനി ഇത് റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്താൽ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് ചുരുളിച്ച് ഒത്തിരി കുറഞ്ഞ ഹെയർ ആയിരിക്കും പിന്നെ കിളർത്ത് വരുന്നത്. അഴിച്ചിടുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ആ രീതിയിലേക്ക് കിട്ടി. ഇത് രണ്ടാമത്തെ ഹെയർ. നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ്. നല്ല ഡ്രൈനെസ്സും ഈ ഹെയർ കളർ ചെയ്യുകയും പിന്നെ സ്മൂത്തനിങ്ങും ഒക്കെ ഇങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെയർ നല്ല ഡാമേജാണ് ഹെയർ. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ റൂട്ട് ടച്ചാണ് ചെയ്തിരിക്കുന്നത്. റൂട്ട് ടച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് കെരാറ്റിനും കൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ചെറിയ ബേബി ആയിട്ട് വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ടൊരു ചെറിയ ബേബി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് നല്ല കേൾസ് നമുക്ക് ഹെയറിന് കിട്ടത്തില്ല. അതുപോലെ ഇത് രാത്രി കിടക്കുമ്പം കെട്ടി വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോഴേ ആ ഒരു ചെറിയ ബേബി നമുക്ക് സ്ഥിരമായിട്ട് കിട്ടത്തുള്ളൂ. ഇത് മൂന്നാമത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പം ഈ ഹെയർ നല്ല ഒരു സോഫ്റ്റാണ് ഹെയർ. പക്ഷേ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരുപാട് കേൾസ് കാണത്തില്ല. ഹെയറിന് കേൾസ് കുറഞ്ഞ ഹെയർ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹെയർ ഇപ്പോൾ 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് റൂട്ട് ടച്ച് ചെയ്താലും മതി. അതുപോലെ ഇതിന് ഒരു ലിക്വിഡ് പ്രോട്ടീൻ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ഹെയറിന് ഇങ്ങനെയുള്ള ഹെയർ. കാരണം പിന്നെ ഡ്രൈനെസ്സും ഒക്കെ മാറി കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിടക്കും ഹെയർ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു ഹെയറായിട്ട് കിട്ടി.
കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം, ആ രീതിയിലേക്ക് കെട്ടി. അപ്പം നമ്മുടെ ആ ഹെയർ പാക്ക് വീട്ടിൽ ചെയ്യുന്ന ഏറ്റവും നല്ല അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഇത്രയും മിക്സ് ചെയ്യുക. വൈറ്റമിൻ ഇ 2 എടുക്കാവോ, എഗ് വൈറ്റ് 1, പിന്നെ അലോവേര ജെല്ല് ആവശ്യത്തിന് എടുക്കാം. ഹെയർ എത്രയുണ്ടോ അത്രയും. എന്നിട്ട് ഇത്രയും നമ്മൾ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വാഷ് ചെയ്യുക. ഷാമ്പൂ ഇടണം, കണ്ടീഷണർ വേണം, ഹെയർ സിറം അത്ര ഇടുക. ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ചെയ്യാവുന്ന ഒരു നല്ല പാക്കാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലെത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.